നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് വ്യൂ ഇല്ലേ, സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ, റീച്ച് ഇല്ലേ? പേടിക്കേണ്ട, യൂട്യൂബ് തന്നെ നിങ്ങളുടെ വീഡിയോകൾ പ്രൊമോട്ട് ചെയ്ത് തരും. പുതുതായിട്ട് യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇതിലൂടെ നിങ്ങളുടെ വീഡിയോകളിലേക്ക് എത്ര വ്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളിപ്പം 10,000 വ്യൂ വേണമെങ്കിൽ ഒരു 24 മണിക്കൂറിനുള്ളിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് 10,000 വ്യൂ. 1 ലക്ഷം വേണോ 1 ലക്ഷം, 10 ലക്ഷം വേണോ 10 ലക്ഷം, അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പൊ അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ കമന്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറക്കാവുന്ന ഫോളോ ചെയ്തേക്കുക. ഒപ്പം തന്നെ ഇതേപോലുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് മൊബൈൽ ഫോണിൽ നിന്ന് ചെയ്യാം, കമ്പ്യൂട്ടറിൽ നിന്നും ചെയ്യാം. ഞാനിവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാണിച്ചു തരാൻ വേണ്ടി കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഞാനിവിടെ യൂട്യൂബ് ചാനലിന്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ടന്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരിക. കണ്ടന്റ് സെക്ഷനിൽ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഇങ്ങനെ ലഭിക്കും. 3-4 ടാബുകളുണ്ട്. ഷോർട്സും, ലൈവും, പോസ്റ്റ്, പ്ലേലിസ്റ്റ്, പോഡ്കാസ്റ്റ്, അങ്ങനെ കുറെ ടാബുകളുണ്ട്. ഇവിടെ ലാസ്റ്റിൽ പുതിയൊരു ടാബ് ആഡ് ആയിട്ടുണ്ട്, പ്രൊമോഷൻസ്. ഇവിടെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. പലരും ഇതിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കാണും, പക്ഷേ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പൊ ഞാൻ ഈ ഒരു ഫീച്ചർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഏത് രീതിയിലാണ് യൂട്യൂബ് നമ്മുടെ വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഇനി നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗും സ്ക്രീൻ റെക്കോർഡിംഗും നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്ന ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെട്ടാലും വണ്ടർഷെയർ ഡെമോ ക്രിയേറ്ററിന്റെ വേർഷൻ 8 ലോഞ്ച് ആയിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ്. വളരെ ഈസി ആയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ വിത്ത് ക്യാമറ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. റെക്കോർഡ് ചെയ്ത ക്യാമറ ഫയലിന്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും. അത് മാത്രമല്ല 120 FPS 8K വരെ നിങ്ങൾക്ക് ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോ എഡിറ്റിംഗിലാണെങ്കിൽ ഒരുപാട് AI ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഓഡിയോയിലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സും വോക്കൽസും സെപ്പറേറ്റ് ചെയ്ത് നോയ്സ് റിഡക്ഷൻ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സൗണ്ടിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ AI വോയിസ് ചേഞ്ചർ ഇതിന്റെ അകത്തുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഫീച്ചറാണ്, നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഒബ്ജക്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും സാധിക്കും. വേണമെങ്കിൽ ഒരു സിമ്പിൾ ക്ലിക്കിൽ AI ബ്യൂട്ടി ഫിൽറ്റർ ആഡ് ചെയ്തുകൊണ്ട് സുന്ദരിയാകാൻ പറ്റും. വീഡിയോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് വിത്ത് ആനിമേഷൻ AI സബ്ടൈറ്റിലും ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെട്ടാലോ. 100 കണക്കിന് ആനിമേഷനും സ്റ്റിക്കേഴ്സും എഫക്ട്സും ഒക്കെ ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളിലുണ്ട്. ഇനി നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ടന്റ് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 കണക്കിന് ടെംപ്ലേറ്റ്സും ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഫോളോ ചെയ്ത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രോ വേർഷൻ പർച്ചേസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് വരാം. അതായത് ഗൂഗിൾ ആഡ്സൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഗൂഗിൾ ആഡ്സൻസ് അല്ല, ഗൂഗിൾ ആഡ്സ്. അതായത് യൂട്യൂബ് അവരുടെ എല്ലാ അഡ്വർടൈസ്മെന്റ് ആക്ടിവിറ്റീസും ഗൂഗിൾ ആഡ്സിന്റെ ത്രൂ ആണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സിന്റെ ത്രൂ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഗൂഗിൾ ആഡ്സിന് യൂട്യൂബ് നേരത്തെ വീഡിയോകൾ അതായത് യൂട്യൂബ് വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ സംഭവമായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട് ഗൂഗിൾ ആഡ്സിനെ വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാക്സിമം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരുടെയും യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ ആഡ് അക്കൗണ്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഈ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് ചോദിച്ചു. വാട്ട് ഈസ് യുവർ മെയിൻ ഗോൾ? അതായത് ഓഡിയൻസ് ഗ്രോത്ത് ആണോ വീഡിയോ വ്യൂസ് ആണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അപ്പം വീഡിയോ വ്യൂസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, ഓഡിയൻസ് ഗ്രോത്ത് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടേക്ക് നമുക്കൊരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കണം, പ്രൊമോട്ട് ചെയ്യേണ്ട വീഡിയോ ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ആഡ് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ ആഡ്സ് അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിംഗ് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് റാൻഡംലി സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഒരു വീഡിയോയുടെ പ്രിവ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് തമ്പനയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ വീഡിയോ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരാൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ രീതിയിൽ നമുക്ക് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാം. അതിനുശേഷം ഏതൊക്കെ രാജ്യങ്ങളിൽ നമ്മുടെ വീഡിയോകൾ കാണിക്കണം. ഇപ്പൊ ഇന്ത്യയിൽ മാത്രമാണ് നമ്മുടെ വീഡിയോ കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇന്ത്യ മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇവിടെ കുറെ സജഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സജഷൻസ് മാറ്റി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ ഇന്ത്യ ഉണ്ട്, സൗദി അറേബ്യ, കുവൈറ്റ്, അങ്ങനെയുള്ള സജഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ അതെല്ലാം കളഞ്ഞ് ഇന്ത്യ മാത്രം സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യാണ്. ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ വീഡിയോ ഏത് ലാംഗ്വേജിലുള്ള ആളുകൾക്കാണ് കാണിക്കേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് മലയാളം ആണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ ഇവിടെ അടുത്തൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ വീഡിയോ റൺ ചെയ്യിക്കാനുള്ള ബഡ്ജറ്റ് എത്ര വേണം. ഞാൻ ഇവിടെ ഒരു 1000 രൂപ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം
സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് ആണ് ഇവിടെ ചോദിക്കുന്നത്. സ്റ്റാർട്ട് ഡേറ്റ് നമ്മൾ എന്നാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് സ്റ്റാർട്ട് ഡേറ്റും. എൻഡ് ഡേറ്റ് ഇവിടെ ചോദിക്കുന്ന ഒരു ഇപ്പോൾ 1000 രൂപയാണെങ്കിൽ ഒരു 10 ദിവസം സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പം ദിവസം 100 രൂപ വെച്ചായിരിക്കും കട്ടാകുന്നത്. 100 രൂപയുടെ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും നടക്കുന്നത്. ഇനി നമ്മൾ 10,000 രൂപ എടുത്തിട്ട് 10 ദിവസം ഇട്ട് കഴിഞ്ഞാൽ ദിവസം 1000 രൂപയുടെ അഡ്വർടൈസ്മെന്റ്. ആ ഒരു രീതിയിലായിരിക്കും ഈ സംഭവം മൂവ് ആവുക. ഇനി നമുക്ക് ഇവിടെ ഈ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊമോഷൻ വ്യൂസ് ആവറേജ് നമുക്ക് ഇത്രയും ഒരു എമൗണ്ടിൽ എത്ര കിട്ടും, എത്ര സ്പെൻഡ് ആവും, അങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും പ്രൊമോട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊമോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്തൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് പേയ്മെന്റ് മെത്തേഡ് ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അടുത്ത ഒരു സെക്ഷനിലായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പൊ ഇവിടെ നൽകിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കി അതെല്ലാം ഫില്ല് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഒരു ബോക്സ് ടിക്ക് ചെയ്യാനുണ്ട്, ഐ എഗ്രി എന്ന് പറയുന്ന ബോക്സ്. അത് ടിക്ക് ചെയ്ത് പ്രൊമോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ആവും. അപ്പൊ ഈ ഒരു രീതിയിലുള്ള പ്രൊമോഷനിൽ ഫ്രീ ആയിട്ടുള്ള പ്രൊമോഷൻ അല്ല, പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു വ്യൂവിന് നമ്മൾ എത്ര രൂപയാണോ അവിടെ ആഡ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് ഇതിന്റെ വേരിയേഷൻ ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ വ്യൂവിനും പൈസ കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പൊ ഈ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ കിട്ടുമെങ്കിൽ പിന്നെ ഇങ്ങനെ വ്യൂ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കി കൂടെ അല്ലെങ്കിൽ മോണിറ്റൈസ് ചെയ്ത് കൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 2 കാര്യം ഞാൻ പറയാം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ 2 കാര്യമായിട്ട് ചുരുക്കിയത്. ആദ്യത്തെ കാര്യം, നമ്മൾ ഗൂഗിൾ ആഡ്സ് ഒരു വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് ഗൂഗിൾ ആഡ്സെൻസിൽ നിന്നുള്ള ഏണിങ്സ് കിട്ടത്തില്ല. അതായത് നമ്മൾ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന വീഡിയോയിൽ അഡ്വർടൈസ്മെന്റ് ഷോ ചെയ്യത്തില്ല, അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ നമ്മൾ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന വീഡിയോകളിൽ നിന്നുള്ള വാച്ച് അവർ നമ്മുടെ യൂട്യൂബ് മോണിറ്റൈസേഷന്റെ ഈ 4000 അവേഴ്സിന്റെ ക്രൈറ്റീരിയയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. അപ്പൊ ആ 2 കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് രണ്ടും ഈ ഒരു ഗൂഗിൾ ആഡ്സിലൂടെ ചെയ്യുമ്പോൾ നടക്കത്തില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഒരു സംഭവം യൂട്യൂബ് പ്രൊമോഷൻ കൊണ്ടുവന്നിരിക്കുന്നത് മാക്സിമം അവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ കൊടുത്ത് നമ്മൾ വീഡിയോയിൽ വ്യൂ കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതിനു വേണ്ടി ഗൂഗിൾ ആഡ്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഗൂഗിൾ ആഡ്സിന്റെ വെബ്സൈറ്റ് വേറെ ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു വീഡിയോ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ ഒരു ഫീച്ചർ നിങ്ങളൊരു പുതിയതായിട്ട് വന്ന യൂട്യൂബർ ആണ്, പുതിയ യൂട്യൂബ് ചാനലാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് ഞാൻ പറയത്തില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓർഗാനിക്കായിട്ട് നിങ്ങൾക്ക് വ്യൂവും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു രീതിയിലുള്ള പ്രൊമോഷൻസും ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ആരെയും ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പിന്നെ നിങ്ങൾ കുറെ നാളുകളായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് കുറച്ച് വ്യൂവും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം അല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സൗകര്യം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്ന വീഡിയോകളിൽ പറയുന്നതാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് പരിചയപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, വണ്ടർഷെയറിന്റെ ഡെമോ ക്രിയേറ്റർ. ആ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.